ആസാമിൽ ഗുഹാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ് ചർച്ചാണ് ഈ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് യേശു കരങ്ങൾ വിരിച്ച് നിൽക്കുകയാണ്. ഗുഹാപൂർ ഈ സ്ഥലത്ത് സെൻറ്റ് ജോസഫ് പള്ളിയുടെ സൈഡിലാണ് ഈ രൂപം. ഇവിടെ ഒരു നല്ല സ്കൂളുണ്ട്. പള്ളിക്ക് അലങ്കാരമായി മനോഹരമായി മണിമരുത് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ആ നീലമേഘങ്ങൾ എത്രയോ രസമാണ് കാണുവാനായിട്ട്. ഈ അസാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ മുഴുവനും കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ മണിമരുത് നിൽക്കുന്നത് വളരെ സന്തോഷം നൽകുന്നതാണ്. മണിമരുത് എത്രയോ മനുഷ്യർക്കാണ് ആനന്ദം നൽകുന്നത്. നമുക്കോരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആനന്ദം നൽകുവാനും സ്നേഹം നൽകുവാനും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഈ മണിമരുതിനെ പോലെ നിറഞ്ഞു കവിയുന്ന പൂക്കൾ വിരിയുന്ന കഴിവുറ്റ കുഞ്ഞുങ്ങളാകട്ടെ ഇത് കാണുന്നവർ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് പള്ളിയുടെ അരികിലായിട്ട് നിൽക്കുന്ന ഈ മണിമരുത്. സെൻറ്റ് ജോസഫിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം എത്രയോ മനോഹരമാണ്. യേശുവിനെ സംരക്ഷിച്ചു. യേശു പിതാവിനെ പറ്റി പറയുമ്പോൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരുന്നു. അതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വമുള്ള യേശു പിതാവ്. മറിയത്തെ ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുകയാണ്. കാരണം അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. ആ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമം. മറിയത്തെ അങ്ങനെ കല്ലെറിഞ്ഞ് കൊന്നാൽ രണ്ട് മരണങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ഈശോയുടെ ആ കൈകൾ വിരിച്ചു നിൽക്കുന്ന ഈശോ ഉണ്ടാവുകയില്ല. മറിയത്തിൻ്റെ ജീവനും പോകും. ഈ അവസരത്തിലാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. മനോഹരമായ ഈ ദേവാലയം യേശുപിതാവിൻ്റെ നാമത്തിലുള്ളതാണ്. ഈ പള്ളിയുടെ വികാരിയായിട്ടുള്ളത് നത്താനിയേൽ അച്ഛനാണ്. ടെസ്പൂർ രൂപതയുടെ വികാരി ജനറൽ കൂടിയാണ്. ഇത്രയും മനോഹരമായ വലിയ പള്ളി. ആ പള്ളിയിൽ കയറുമ്പോൾ ജെറൂസലേമിലേക്ക് യേശു ആ ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഉണർന്നു വരുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്ന ആ യേശു, ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞ യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ഈ രൂപം കാണുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ കുരിശുമരണം നമുക്ക് ഓർക്കാം. ടെസ്പൂർ രൂപതയിലെ സെൻറ്റ് ജോസഫ് ദേവാലയമാണ്. ഉദ്ധിതനായ ഈശോയുടെ രൂപം മനോഹരമായി ഉയർപ്പ് കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മെയ് 25 മെയ് മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം മുഴുവനും 25 ഇന്ത്യൻ സമയം 11:10 മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മാതാവിനെയും ഉണ്ണീശോയും യേശുപിതാവ് കാത്തതുപോലെ നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവ് നമ്മെ ഓരോരുത്തരെയും കാത്തുകൊള്ളും. ഈ മനോഹരമായ ദേവാലയത്തിൽ ഉദ്ധിതനായ യേശുവിൻ്റെ മനോഹരമായ ചിത്രത്തിന് മുമ്പിലായിട്ട് യേശുപിതാവിൻ്റെ രൂപം ഉണ്ണീശോയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നവനാണ് യേശുപിതാവ്. ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശുപിതാവ് എപ്പോഴും നമ്മളെ സഹായിക്കും. ഈശോയും യേശുപിതാവും ഇരിക്കുന്ന മനോഹരമായൊരു ചിത്രം. ഞാൻ നല്ല ഇടയനാവുന്നു, ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്ന യേശുവിൻ്റെ ആ അനുഭവം, നമ്മെ കാക്കുന്ന യേശുപിതാവ്,
നമ്മെ നല്ലിടയനാണെന്ന് പറയുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ആടിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നു. യേശു സമറിയക്കാരി സ്ത്രീയോട് പറയുക, എനിക്ക് കുടിക്കാൻ തരിക. വെള്ളം ചോദിക്കുന്ന ഈശോ, എനിക്ക് കുടിക്കാൻ തരിക. ഉണ്ണീശോയുടെയും മാതാവ് സംരക്ഷിച്ചതുപോലെ മെയ് 25-ാം തീയതി നമ്മെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിക്കും. പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുന്ന ഈശോ, നമുക്കും ഈശോയോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ യേശു അന്ധൻ്റെ കണ്ണുകളെ തൊടുകയാണ്, അന്ധന് കാഴ്ച നൽകുകയാണ്. ഇന്നും യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കണ്ണിന് കാഴ്ച കൊടുത്ത ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവിടെയുള്ള വികാരിയച്ഛൻ നത്താനിയലച്ഛനും അതുപോലെ ഇറ്റാനഗർ രൂപതാധ്യക്ഷനായ ബെന്നി വർഗീസും ഈ ദേവാലയത്തിൽ നിൽക്കുന്ന മനോഹരമായ ഇത് ആനവാതിക്കലിൻ്റെ അരികിലാണ് അവർ നിൽക്കുന്നത്. എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നത്താനിയലച്ഛ, ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങയോടുകൂടി ഉണ്ടാകട്ടെ. അങ്ങയുടെ വികാരി ജനറൽ എന്ന നിലയിൽ അങ്ങയുടെ സേവനം സുദീർഘമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ വിളിച്ചേൽപ്പിച്ചതാണ് ഇവിടെ വന്നപ്പോൾ. യാത്രയ്ക്കിടയിൽ കയറുവാനായിട്ട് സാധിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ പാരീഷിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും, ഓൾ ദ ഫാമിലീസ്. പ്രസൻറ്റ് ടൈം ഐ ആം പ്രസൻറ്റിങ് in front of Saint Joseph, at the same time presenting to the Sacred Heart of Jesus also. Thank you very much, Father. You can see many places. I have a YouTube channel. God bless you, Father. God bless you.